അതിലേറ്റവും കൂടുതൽ ഒരാൾ ശ്രദ്ധിക്കേണ്ട 5 വഖ്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടത്. സക്കാത്ത്, അതേപോലെ തന്നെ നോമ്പ്, ഹജ്ജ്, ഇതൊക്കെയും സമയങ്ങളുടെ പരിധികൾ അതിനുണ്ട്. ചില കാലങ്ങളിൽ നിന്നുണ്ട്, ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും എന്നുണ്ട്. നിസ്കാരം അങ്ങനെയല്ല. ഏതൊരു മനുഷ്യന് ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം, ബുദ്ധിയുള്ള കാലത്തോളം നിസ്കാരത്തിന്റെ തക്ലീഫ് ഒരു മനുഷ്യനെ തൊട്ട് മാറിപ്പോകുന്ന സന്ദർഭമില്ല. ഏത് വിലായത്തിന്റെ പദവിയിലേക്ക് എത്തിയാലും, ഏത് ഔന്നിത്യത്തിലേക്ക് ഒരു മനുഷ്യൻ ഉയർന്നാലും, യുദ്ധത്തിന്റെ വേളയിൽ പോലും ശത്രുക്കളുമായി മുഖാമുഖം വാളെടുത്തുകൊണ്ട്, അമ്പെടുത്തുകൊണ്ട്, കുന്തമെടുത്തുകൊണ്ട് നേരിട്ട് യുദ്ധം നടത്തുന്ന സന്ദർഭത്തിൽ പോലും നമ്മുടെ മദ്രസകളിൽ വെച്ച് പഠിപ്പിക്കുന്നില്ലേ സ്വലാത്തുൽ ഖൗഫ്, പേടി കൊടുമയാകുന്ന നേരത്തുള്ള നിസ്കാരം. അതായത് അപ്പുറത്ത് ശത്രുക്കൾ, ഇപ്പുറത്തും ശത്രുക്കൾ, അത് നോക്കി നിൽക്കുന്നതല്ല, യുദ്ധം ചെയ്യുന്ന സമയം തന്നെയാണ്. എന്നാലും സാധാരണ നിസ്കാരത്തിന്റെ രൂപങ്ങളെല്ലാം അതിൽ മാറ്റങ്ങളുണ്ടെങ്കിലും ആ സമയത്ത് പോലും നിസ്കരിക്കൽ വുജൂബാണെന്നല്ലേ നമ്മുടെ മസ്അല. ആ വിധത്തിലല്ലേ നിസ്കാരവും നാമുമായിട്ടുള്ള ബന്ധം. ഒരുത്തൻ ജീവിതകാലത്ത് നിസ്കാരം ഖളാഅക്കരുത്. ഖളാഅക്കൽ പറ്റ നിസ്കാരം ഒഴിവാക്കുന്നതിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഖളാഅക്കി അത് വേണ്ട എന്ന് വെച്ചു, പിന്നെ പറ്റ ഒഴിവാക്കുന്നതിലേക്ക് മനുഷ്യനെത്തും. എന്നാൽ ഒരു വഖ്ത് നിസ്കാരം, ഒറ്റ നേരത്തെ നിസ്കാരം ഒരാൾ ജീവിതകാലത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ, ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, നിസ്കരിക്കാതിരുന്നാൽ, പരലോകത്ത് വെച്ച് അല്ലാഹു തആല ഇതിന്റെ പേരിൽ ശിക്ഷിക്കുകയാണെങ്കിൽ അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. വിശാലമായ അഫ്വ് അല്ലാഹുണ്ടല്ലോ. അല്ലാഹു തആല എങ്ങാനും ശിക്ഷിക്കുകയാണെങ്കിൽ ഈ മനുഷ്യനെ 80 ഹുഖുബ് നരകത്തിലിടുമെന്ന് ഖാല റസൂലുള്ളാഹി. നമ്മുടെ മക്കളോതുന്ന 10 കിതാബിലെ ഒരു ഹദീസിൽ കാണാം 80 ഹുഖുബ്. എത്രയാണ് ഒരു ഹുഖുബ്? 80 സന, 80 കൊല്ലം. 80 കൊല്ലത്തെ 80നെ 80 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ എത്രയോ, അത്രായിരം കൊല്ലം കത്തിയാളുന്ന നരകത്തിൽ ഒരു നേരത്തെ നിസ്കാരത്തിന്റെ പേരിൽ അല്ലാഹു തആല അദാബാക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.